ഹായ് എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മൂന്നാറിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേര്യമംഗലത്ത് നിന്നും 2 മണിക്കൂറുണ്ട് മൂന്നാറിലേക്ക്. ഒരു 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആദ്യത്തെ തന്നെ വ്യൂ പോയിൻ്റായ ചേപ്പാറ വാട്ടർഫോളിലേക്ക് നമ്മൾ എത്തി. വെള്ളം കുറവായിരുന്നു, മഴക്കാലം അല്ലാത്തത് കൊണ്ട്. പിന്നീട് നമ്മളിനി പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം, വട്ടവട, ടോപ്പ് സ്റ്റേഷൻ, ആ റൂട്ടിലാണ് നമ്മൾ പോകാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡിലുള്ള ഈ സ്ഥലങ്ങളാണ് സിനിമ ലൊക്കേഷനായിട്ട് വരുന്നത്. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്, മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു CSI ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1910 നിർമ്മിച്ചതാണ് ഈ CSI ചർച്ച്. ആംഗ്ലിക്കൻ ചർച്ചാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫുൾ കരിങ്കല്ലുകൊണ്ടാണ്, ഫൈൻ സ്റ്റോൺസ് ആണ്. ഉള്ളിലേക്ക് വീഡിയോയും ക്യാമറയും അലൗഡ് അല്ല. ഉള്ളിൽ ഫുൾ ഗ്രാനൈറ്റ് ആണ്. ഞായറാഴ്ചയെ കാരണം തന്നെ അവിടെ കുർബാന ഉണ്ടായിരുന്നു. നമുക്ക് കുർബാന കൂടാനുള്ളൊരു അനുഗ്രഹവും കിട്ടി. അങ്ങനെ നമ്മൾ CSI ചർച്ചിൽ നിന്ന് ഇറങ്ങി അടുത്ത പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. പോകുന്ന വഴിയിലേക്ക് നമുക്ക് ടൗണിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും അവിടുത്തെ തിക്കും തിരക്കും കാണാൻ പറ്റും. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡും തേയിലത്തോട്ടമാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. കുതിര സഫാരി, ഷൂട്ടിംഗ്, അങ്ങനത്തെ കുഞ്ഞ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ കുതിര സഫാരി ചെയ്തു. അത് കൂടാണ്ട് ഷൂട്ടിങ്ങിന് 100 രൂപയാണ്, കുതിര സഫാരിക്ക് 100 രൂപ തന്നെയാണ്. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പിന്നീട് നമ്മൾ മുന്നോട്ട് പോയത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. അവിടെയും സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു കൊണ്ട് ഡാമിൻ്റെ ഏരിയയിൽ നമ്മൾ ഇറങ്ങിയില്ല. കാറിൽ തന്നെ പോകുമ്പോൾ ഡാമിൻ്റെ ഏരിയാസ് കണ്ട് അങ്ങനെ പോയി. പിന്നെ അങ്ങനെ പോയി നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഈ ഡാമിൻ്റെ റിസർവെയർ ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ കുറച്ച് പ്ലേസുകളുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്തു. എക്കോ പോയിൻ്റ് ഉണ്ടായിരുന്നു. എക്കോ പോയിൻറ്റിൽ ഇറങ്ങി നമ്മൾ നമ്മുടെ പേരൊക്കെ വിളിച്ച് എൻജോയ് ചെയ്തു പോയി. പോകുന്ന വഴിയിൽ പുൽമേടുകൾ കണ്ടു. പുൽമേട്ടിൽ ആന ഉണ്ടാവാറുണ്ട് സാധാരണ. എന്താണെന്നറിയില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടൊക്കെ തന്നെ ചൂടായതുകൊണ്ടും. ഇപ്പോൾ 2024 ഞാൻ 2ാമത്തെ വട്ടമാണ് മൂന്നാറിൽ പോകുന്നത്. 2 വട്ടം പോയപ്പോഴും പുൽമേട്ടിൽ ആനയൊന്നും കണ്ടില്ല. നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ചോളം വാങ്ങി അങ്ങനെ അത് കഴിച്ച് എൻജോയ് ചെയ്ത് ഡാമിൻ്റെ പരിസരമൊക്കെ നമ്മൾ നന്നായി കണ്ടു. പിന്നീട് നമ്മൾ അവിടുന്ന് പോയത് കുണ്ടള ഡാമിലേക്കാണ്. കുണ്ടള ഡാമിൻ്റെ മുകളിലേക്ക് പണ്ട് നമ്മുടെ വണ്ടിയായിട്ട് പോവായിരുന്നു. ഇപ്പം അവിടുത്തെ ലോക്കൽസിൻ്റെ വണ്ടി മാത്രമാണ് അതിലൂടെ പോകാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നീട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ടോപ്പ് സ്റ്റേഷനാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്ത് ഭംഗിയാണെന്നറിയോ. കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും തന്നെ കോട വന്ന് നിറയാൻ തുടങ്ങി കേട്ടോ. നല്ല മഴക്കാറ് വരുന്നുണ്ടായിരുന്നു. മഴ വരുന്നതിനുള്ള ചാൻസും അതുപോലെ തന്നെ കോടയും ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത്. കോട കൂടിക്കൂടി വരികയായിരുന്നു. ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്തോറും കോട കൂടിക്കൂടി വന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ടോപ്പ് സ്റ്റേഷനിലും നല്ല തിരക്കായിരുന്നു. കുറേ നേരം ബ്ലോക്കിൽ പെട്ടിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയത്. കുറച്ച് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നമ്മളിനി പോകുന്നത് വട്ടവട റൂട്ടിലാണ്. വട്ടവട റൂട്ടിലെത്തുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ്. ആ പുൽമേട്ടിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എനിമൽസിനെ കാണാൻ പറ്റും. ഞാൻ 2 പ്രാവശ്യം വന്നപ്പോഴും എനിമൽസിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത് പാമ്പാലും ചോലയുടെ സ്പെസിഫിക് ആയിട്ട് ട്രക്കിങ്ങും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വരികയാച്ച് നമുക്ക് കൂടുതൽ എനിമൽസിനെ കാണാനായിട്ട് പറ്റും.
ഈ യൂക്കാലിപ്സിൻ്റെ നല്ല സ്മെല്ലും കിട്ടും ഇതിലെ പോകുമ്പോൾ. രണ്ട് സൈഡും തിങ്ങി നിറഞ്ഞ യൂക്കാലിപ്സ് ആണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വട്ടവടയിലെത്തി. വട്ടവട നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഫാംസാണ്, സ്ട്രോബെറി ഫാം, വെജിറ്റബിൾ ഫാംസ് ആണ്. അവിടെ വഴിയിൽ തന്നെ നമ്മളെ ഫാംസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പോയി കുഞ്ഞു കുഞ്ഞു ഫാമുകൾ കണ്ടു. സ്ട്രോബെറിയുടെ സീസൺ ഇല്ലാത്ത കാരണം സ്ട്രോബെറി ഉണ്ടാവുന്നതേ ഉള്ളൂ. സ്ട്രോബെറി, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് അതിൻ്റെയൊക്കെ ഫാംസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊന്നും സ്ട്രോബെറി ആണ് ഈ ചെടി. ചെറിയ ചെറിയ 1-2 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തല്ല, സീസണല്ല. നമുക്കവിടെ ലൈവായിട്ട് തന്നെ ഫ്രഷ് സ്ട്രോബെറി കിട്ടും. പിന്നെ അവർ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ ജാംസ് അതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. അമ്മ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മ ഇതിൻ്റെ എപ്പോഴാണ് ടൈം, സീസൺ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് ഇതുപോലെ ഫാംസാണ്. നമുക്ക് നടന്ന് എല്ലാ ഫാംസും കാണാൻ പറ്റും. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. സൂര്യകാന്തി, ഡാലിയ, ഓർക്കിഡ്, പേരറിയാത്ത കുറേ പൂക്കളുണ്ട്. അങ്ങനെ നമ്മൾ വട്ടവട ടൗണിലേക്കൊന്ന് ചുമ്മാ കാറായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെയുള്ള ട്രക്കിംഗ്കാർ മനഃപൂർവ്വം ആ റോഡ് റെഡിയാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റോഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് പോകാമല്ലോ. അപ്പോൾ അവിടെ ആരും ജീപ്പ് വിളിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അവരവിടുത്തെ റോഡ് റെഡിയാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മോശമായിരുന്നു കേട്ടോ ടൗണിൽ കൂടെ അങ്ങോട്ട് പോകുന്തോറും. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. തിരിച്ചങ്ങനെ നമ്മൾ മൂന്നാറിന് തിരിച്ചു. അപ്പോൾ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.